ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുവുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും നടത്തുകയും ചെയ്ത എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് എല്ലാവരുമേലും നടത്തിയ അനുഗ്രഹത്തിനായി സ്തോത്രം. അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് വിശേഷം 13-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. കർത്താവായ യേശു ക്രിസ്തു ശബ്ദത്തിൽ ഒരു പള്ളിയിൽ ജനത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ 18 സംവത്സരമായിട്ട് രോഗാത്മാവ് ബാധിച്ച് കൂനിയായ ഒരു സ്ത്രീ. അപ്പോൾ കഴിഞ്ഞ 18 വർഷമായിട്ട് അവരിലൊരു രോഗാത്മാവുണ്ട്. 18 വർഷമായിട്ട് അവർ കൂനിപ്പോയിരിക്കുകയാണ്. ആ അസുഖം രോഗാത്മാവാണ്. ആ രോഗാത്മാവ് ബാധിച്ച് കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിക്കുക, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, പല രോഗങ്ങൾ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്. നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പല രോഗങ്ങളുണ്ടാകാം. അതുപോലുള്ള പല രോഗങ്ങൾ ഇന്ന് ശരീരത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പല രോഗങ്ങൾക്കും ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്. എന്നാൽ ഈ ഒരു സ്ത്രീ 18 സംവത്സരമായി കൂനിയായൊരു സ്ത്രീയാണ്. അവിടെ പറയുന്നൊരു കാര്യം, രോഗാത്മാവ് സ്തോത്രം ബാധിച്ചിരിക്കുക. നമുക്കറിയാം, ചില രോഗങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കടന്നു ചെല്ലുമ്പോൾ ആ രോഗം മാറി നിൽക്കുന്നു. ചില രോഗങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അങ്ങനെ രോഗമുള്ളതായിട്ട് പോലും നമുക്ക് തോന്നുന്നില്ല. എന്നാൽ യേശു പറയാണ്, അതൊരു ബന്ധനമാണ്, ഒരു പിശാചിൻ്റെ ബന്ധനമാണ്. അതിന് താഴ്ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബാധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്തുനാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ? അപ്പോൾ പിശാച് ബന്ധിച്ചിരിച്ചിരിക്കുന്ന ചില രോഗങ്ങളുണ്ട്. ചില വ്യക്തികൾക്ക് മേൽ പിശാച് ഒതുക്കി വെച്ചിരിക്കുന്ന, അവരുടെ ജീവിതത്തിന്മേൽ സന്തോഷം കൊടുക്കാതെ, സമാധാനം കൊടുക്കാതെ, സ്വസ്ഥത കൊടുക്കാതെ അവരെ തകർത്ത് കളയുന്ന ചില രോഗബന്ധനങ്ങളുണ്ട്. എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവവിധലേ, ചില രോഗബന്ധനങ്ങൾ നിന്നെ അലട്ടുന്നുവെങ്കിൽ ഹോസ്പിറ്റലുകളിൽ മാറിപ്പോയിട്ടോ പലവിധമാകുന്ന മെഡിക്കൽ കോളേജുകളിലും പോയിട്ട് അത് മാറുന്നില്ല എങ്കിൽ, ഇന്ന് ഈ സമയത്ത് ഞാൻ വിളിച്ചു പറയുകയാണ്, ചില രോഗബന്ധനങ്ങൾ, പിശാചിട്ടിരിക്കുന്ന ചില രോഗബന്ധനങ്ങൾക്ക് മുന്നിൽ നീ തകർന്നു പോകരുത്. ദൈവസന്നിധിയിൽ ശക്തമായി പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും അഭിഷിക്തന്മാരുടെ കരം നിൻ തലമേൽ വെച്ച് കഴിയുമ്പോൾ ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോകുവാനിടയായി തീരും. നീ ചിന്തിക്കുന്നത്, കർത്താവേ, ഇങ്ങനാണോ? ദൈവം പറയുകയാണ്, പിശാച് അബ്രഹാമിൻ്റെ സന്തതിയെ ബന്ധിച്ചിരിക്കുന്ന പിശാചിൻ്റെ വേലയിൽ നമ്മളെ വിടുവിക്കേണ്ടതല്ലേ? അപ്പം പിശാച് ബന്ധിച്ചിരിക്കുന്ന ദുരാത്മാവുണ്ട്, പിശാച് ബന്ധിച്ചിരിക്കുന്ന രോഗങ്ങളുണ്ട്. യേശു കൂനിയായ സ്ത്രീയുടെ ദേഹത്ത് കൈവച്ചു കഴിഞ്ഞപ്പോൾ അവളിൽ നിന്നുള്ള ദുരാത്മാവ് പോകുകയും അവിടെ രോഗാത്മാവ് പോകുകയും അവൾമേൽ വ്യാപരിച്ച പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിഞ്ഞു പോയിട്ട് അവൾ നുകർന്നു വരുവാനിടയായി തീർന്നു. എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിലെ, രോഗബന്ധനങ്ങൾ നിന്നെ തകർത്ത് കളയുവാൻ ശ്രമിക്കുമ്പോൾ, രോഗബന്ധനങ്ങൾ നിന്നെ ഒതുക്കിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ, രോഗബന്ധനം നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ നീ ചിന്തിച്ചു കൊള്ളണം, നിന്നെ തകർക്കുന്ന രോഗബന്ധനം വിടുവിക്കുവാൻ നസറായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ യേശു ക്രിസ്തുവിന് മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ആ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ തയ്യാറായാൽ ചില രോഗബന്ധങ്ങൾ വിടുതൽ ലഭിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, നമ്മുടെ തലകണം വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പായി സമർപ്പിക്കുന്നു. കർത്താവേ, കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രകൃതിയിൽ നിന്നുണ്ടായ ചില രോഗങ്ങളുണ്ട്. കർത്താവെ, പറ്റുവിധമാകുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ കൂടെ ഉണ്ടായ ചില രോഗങ്ങളുണ്ട്. എന്നാൽ കർത്താവെ, അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ, പിശാച് വരുത്തിയ ചില രോഗങ്ങളുണ്ട്. കർത്താവെ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ
ഒരു വലിയ വിടുതൽ കർത്താവ് അയക്കണമേ. പിശാച് കെട്ടിയൊതുക്കിയിരിക്കി വെച്ചിരിക്കുന്ന ചില മേഖലകളിൽ നിന്ന് എൻ്റെ സ്വർഗം വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പിശാച് കെട്ടിയൊതുക്കിയ ചില രോഗബന്ധനങ്ങൾ, ഒതുക്കി വെച്ച ചില രോഗാത്മാവ് കർത്താവ് ഈ അടിയും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു വലിയ ദൈവശക്തി വ്യാപരിച്ച് അതിന്മേലൊരു വിടുതലയക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, ഞാൻ നിന്നെ വചനമായി സൗഖ്യമാക്കും, എൻ്റെ അടിപ്പിണരുകൾ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് തിരുവചന പ്രകാരം പ്രിയ കുഞ്ഞുങ്ങൾക്ക് മേൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം വിടുതലച്ചനായ സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു.